ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയതിൽ 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ക്ഷേത്ര പരിസരത്ത് ശുചിത്വവും പവിത്രതയും ഉറപ്പുവരുത്തേണ്ട കടമ ഉപദേശക സമിതിക്കുണ്ടായെന്ന് കോടതി നിരീക്ഷിച്ചു. ഉത്തരവാദിത്തത്തിലെ വീഴ്ച അതീവ ഗൗരവമായി കാണുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, കോടതി ഇക്കാര്യത്തിലെടുത്ത ഒരു നടപടി എന്താണ്? ഏത് തരത്തിലുള്ള ഒരു വിമർശനമാണ് ക്ഷേത്രം സമിതിക്ക് മേൽ കോടതി നടത്തിയിരിക്കുന്നത്? ചോറ്റാനിക്കര ക്ഷേത്രത്തിലും പരിസരത്തും അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയ സംഭവത്തിൽ നേരത്തെ ഹൈക്കോടതി സ്വമേധയെ എടുത്തിട്ട് നടപടിക്രമങ്ങളാണ്, സുവമോട്ടോ പ്രൊസീഡിംഗ്സ് ആണ്. അതിൽ ഇപ്പോൾ കോടതി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ആരോഗ്യ വിഭാഗം ഒരു വിശദമായ പരിശോധന നടത്തണം. 10 ദിവസത്തിനുള്ളിൽ ആ പരിശോധനയുടെ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ വെക്കുകയും വേണം. ക്ഷേത്രത്തിനുള്ളിലെ പരിസരത്തെയൊക്കെ ശുചിത്വം സംബന്ധിച്ചുള്ള നിലവിലെ സാഹചര്യം വളരെ വ്യക്തമായി ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. അത് കോടതിയിൽ ബോധിപ്പിക്കുകയും വേണം. ദേവസ്വം ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ക്ഷേത്ര ഉപദേശക സമിതിക്ക് ഈ കാര്യത്തിൽ കോടതി ഭാഗത്തു നിന്ന് കടുത്ത വിമർശനമാണ്. പ്രത്യേകിച്ച് ഉത്തരവാദിത്വത്തിലെ വീഴ്ച അതീവ ഗൗരവമായി കാണും. ഇത്തരം കാര്യങ്ങൾ കൂടി വളരെ ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള ഉത്തരവാദിത്തം, ചുമതലയൊക്കെ ക്ഷേത്ര ഉപദേശക സമിതിക്കുണ്ട്. അതുകൊണ്ട് ക്ഷേത്ര പരിസരത്ത് ശുചിത്വവും പവിത്രതയും അവർ ഉറപ്പുവരുത്തണം. ആ കടമ കൃത്യമായി തന്നെ ക്ഷേത്രോപദേശക സമിതി നിർവഹിക്കുകയും വേണം. എന്തായാലും ഈ വിഷയത്തിൽ ക്ഷേത്ര പരിസരത്ത് ശുചിത്വം ഉറപ്പാക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് ഉപദേശക സമിതി നിലപാട് അറിയിക്കണം. കോടതിയിൽ അഭിഭാഷകൻ മുഖേന ഹാജരായി അവരുടെ കൃത്യമായ നിലപാട് അറിയിക്കണം. അവരുടെ എടുത്ത സ്റ്റാൻഡുകൾ അറിയിക്കുകയും വേണം. അതിനുവേണ്ടി അവർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുമെന്നാണ് കോടതിയുടെ മുന്നറിയിപ്പ്. ശരി, മുജിതബയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.